റിപ്പോർട്ടർ ടിവി പുറത്തുവിട്ട വാർത്ത തള്ളി 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദ്. ഒരു തട്ടിപ്പുകാരന്റെ വ്യാജ പരാതിയിലെടുത്ത കേസിലെ വിവരങ്ങളാണ് തനിക്കെതിരെ റിപ്പോർട്ടർ ടിവി പുറത്തുവിട്ടത്. വ്യാജ വാർത്തയിലൂടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച റിപ്പോർട്ടർ ടിവി ചാനലിനെതിരെയും കള്ളപ്പരാതി നൽകിയ അബ്ദുസലാമിനെതിരെയും 100 കോടി രൂപയുടെ മരണനഷ്ട കേസ് ഫയൽ ചെയ്യാൻ നടപടി തുടങ്ങിയെന്നും 24 ചെയർമാൻ അറിയിച്ചു. കേസിൽ തെളിവ് ലഭിക്കാത്തതിനാൽ ഇതുവരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആയിട്ടില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. 2000 കോടി തട്ടിച്ചെന്ന കള്ളപ്പരാതിയാണ് അബ്ദുസലാം നൽകിയിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. വാർത്ത വ്യാജമെന്ന് 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദ് വ്യക്തമാക്കി. വ്യാജ വാർത്തയിലൂടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച റിപ്പോർട്ടർ ചാനലിനെതിരെയും കള്ളപ്പരാതി നൽകിയ അബ്ദുസലാമിനെതിരെയും 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ നടപടി തുടങ്ങിയെന്നും 24 ചെയർമാൻ. ഒരു തട്ടിപ്പുകാരൻ്റെ കുപ്രചരണം മുഖവിലക്കെടുത്ത് അവർ ഇന്ന് പറഞ്ഞ ന്യൂസ് അടിസ്ഥാനരഹിതമാണ്. ഞാനതിനെ മുഴുവനായും തള്ളിപ്പറയുന്നു. എൻ്റെ വക്കീലുമായി ബന്ധപ്പെട്ട് മാനനഷ്ട കേസിന് പരാതി നൽകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. 100 കോടി രൂപ മാനനഷ്ടം ചോദിച്ചുകൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അബ്ദുസലാമിൻ്റെ പേരിലും റിപ്പോർട്ടർ ചാനലിൻ്റെ പേരിലും ഇന്ന് തന്നെ അതിന് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദിനെതിരെ കള്ളപ്പരാതി നൽകിയ അബ്ദുസലാം ഇതുവരെ പോലീസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയിട്ടില്ല. ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കാൻ 3 തവണയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. 2018 നടന്നുവെന്ന് പറയുന്ന സംഭവത്തിൽ 2025 എന്തിന് പരാതി നൽകിയെന്ന പോലീസിന്റെ ചോദ്യത്തിനും അബ്ദുസലാമിന് മറുപടിയില്ല. മർദ്ദനം നടന്നെന്ന് പറയുന്ന ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അന്നത്തെ രജിസ്റ്ററും CCTVയുമില്ലെന്ന് ഹോട്ടൽ രേഖാമൂലം അറിയിച്ചു. തെളിവുകളില്ലാത്തതിനാൽ കേസിൽ ഇതുവരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.